പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്ര പര്യടനം തുടരുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി 6 യാത്രയ്ക്ക് ഇന്ന് സ്വീകരണം നൽകും. CPIM-നെതിരായ ഫണ്ട് തട്ടിപ്പ് ചർച്ചയാകുന്ന പയ്യന്നൂരിൽ ഇന്ന് യാത്രയെത്തും. CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കോഴിക്കോട് ജില്ലയിലും ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ പത്തനംതിട്ടയിലും പര്യടനം തുടരുകയാണ്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്നും അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്നും ചേരുന്നു. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ജാഥകൾ ഇങ്ങനെ പലതും വരുന്നു. ജാഥകൾക്ക് ഓരോ ഉദ്ദേശമുണ്ട്, ഓരോ മേഖലകളിലും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ജാഥയുടെ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളിലും അവർ കടന്നു പോകുമ്പോഴുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഹഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഹഷ്മി, 8:30 കൂടിയാണ് വി ഡി സതീശിന്റെ പുതിയ യാത്രയ്ക്ക് ഇന്നിപ്പോൾ തുടക്കമാവുന്നത്. 8:30 കാസർഗോഡ് ഗസ്റ്റ് ഹൗസിൽ വെച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അത് പൗരപ്രമുഖരല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും ആ കൂടിക്കാഴ്ച, വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുക എന്നത് കൗതുകകരമാണ്. സാധാരണക്കാരായ ആളുകളാണോ അതോ മറ്റേതെങ്കിലും മതസാമുദായിക നേതാക്കന്മാരാണോ എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും 8:30 കൂടിയാണ് ഈ കൂടിക്കാഴ്ച ഉണ്ടാകുക. അതിനുശേഷം 9 മണിക്ക് ഉദുമയിലാണ് ആദ്യ പരിപാടി. ഇന്നലെ കാസർഗോഡ് മണ്ഡലത്തിലും അതുപോലെ തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ നിന്ന് തുടക്കമായതാണ്. ഇന്നിപ്പോൾ ഉദുമയിലാണ് ആദ്യ പരിപാടി. അത് 9 മണിയോടുകൂടിയാണ് ആരംഭിക്കുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. ഇന്നലെ കെ സി വേണുഗോപാലാണ് ഈ ഒരു യാത്രയുടെ ഉദ്ഘാടനം നടത്തിയത്. ഇന്നലെ സംസാരിച്ച മുഴുവൻ നേതാക്കളും ശബരിമല സ്വർണ്ണക്കൊള്ള ഊന്നി സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനെക്കുറിച്ച് അതിൻ്റെ സർക്കാർ നിലപാട്, സ്വർണം കട്ടത് ആരൊക്കെയാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തതയാണ് നിലവിൽ UDF നേതൃത്വം ഈ ജാഥയിലുടനീളം പങ്കുവെക്കുന്നത്. മറ്റൊന്ന് നവകേരളം, അത് ഇനി പുതിയ കേരളത്തെ സൃഷ്ടിക്കുന്നുണ്ട്. ആ നവകേരളത്തിൽ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ആ ഡോക്യുമെൻ്ററിയൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും പ്രദർശിപ്പിക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ഇനി UDF ഭരണത്തിലെത്തുമെന്നും UDF 100-ലധികം സീറ്റ് നേടുമെന്നും വി ഡി സതീശൻ ഇന്നലെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ UDF ഭരണത്തിലെത്തിയാൽ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന കാര്യത്തിൽ ഓരോ മണ്ഡലത്തിലും ഓരോ വികസന പദ്ധതികളെക്കുറിച്ച് UDF ആ വികസന സ്വപ്നങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ CPM-നെതിരെ ഉയർത്തുന്നു, LDF സർക്കാരിനെതിരെ ഉയർത്തുന്നു എന്നാണ് പ്രധാനമായും ഈ ജാഥയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ല കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പോകുന്നത് പയ്യന്നൂരിലേക്കാണ്. പയ്യന്നൂരിലും സമാനമായ രീതിയിൽ CPM-നെ വേട്ടയാടിക്കൊണ്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകും. അതൊക്കെ തന്നെ ഈ ജാഥയിൽ ചൂണ്ടിക്കാണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, അരുൺ പാറക്കലാണ് ആ ജാഥയുടെ വിവരങ്ങൾ നൽകിയത്. അജീഷ് ജയകുമാർ കുറിച്ചിരുന്നു. അജീഷ്, എം വി ഗോവിന്ദൻ രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഈ പണ്ട് പിണറായി വിജയൻ നയിക്കുന്ന യാത്രാകാലത്തെ ലാവലും ചോദ്യങ്ങൾ ഉയരുന്നത് പോലെ ഈ പയ്യന്നൂര് ഫണ്ട് തട്ടിപ്പ് തുടരെ ഉയരുന്നുണ്ട്. ഇന്നലെ കെ രാഗേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ബഹുജനമല്ല ബഹുജനം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നും ചോദ്യങ്ങൾ ഉണ്ടാവും ഗോവിന്ദ മാഷിനോട് അതുമായി ബന്ധപ്പെട്ട്. അജീഷ്, ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും കാശ്മീർ ചോദ്യങ്ങളുണ്ടാവും. പക്ഷേ ഉത്തരങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഒന്നും പറയാൻ സാധ്യതയില്ല. നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഇത് അടഞ്ഞ അധ്യായം എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നത്. കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് കുറച്ചെങ്കിലും കണക്കുകൾ, ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട കണക്കെങ്കിലും പുറത്തുവിടും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒന്നും പുറത്തു വിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചില വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല, ഈ പാർട്ടി അണികൾക്ക് ഈ കണക്ക് ബോധ്യപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങളോട് ഒരിക്കലും പറയില്ല. മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചില സ്ഥാപനങ്ങളോട് പറയുന്നതിന് തുല്യം മാത്രമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇദ്ദേഹത്തോട്, ഗോവിന്ദൻ മാഷിനോട് ഇന്നും ഈ ചോദ്യങ്ങൾ, ഈ കുഞ്ഞികൃഷ്ണന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും കോഴിക്കോട് ജില്ലയിലാണ് എം വി ഗോവിന്ദന്റെ വികസന മുന്നേറ്റ യാത്ര ഇന്ന് കടന്നു പോകുന്നത്. കോഴിക്കോട്ടെ പേരാമ്പ്ര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിലാണ് ഈ യാത്ര ഇന്ന് കടന്നു പോകുന്നത്. തെക്കൻ മേഖലയിലായിട്ട് ജോസ് കെ മാണി നയിക്കുന്ന യാത്ര ഇന്ന് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഇന്ന് ഉച്ചയോടെ കോന്നി, റാന്നി മണ്ഡലങ്ങളിലെ പര്യടനത്തിന് ശേഷം ഉച്ചയോടെ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ കോട്ടയത്തേക്ക് കടക്കും. എന്തായാലും ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നത് തന്നെ, അതുകൊണ്ട് തന്നെ ഈ പത്തനംതിട്ടയിൽ വലിയ രീതിയിൽ ഈ യാത്ര അത് സ്വാധീനമുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ പിണറായി വിജയനായിരുന്നു പത്തനംതിട്ടയിൽ ആറന്മുള മണ്ഡലത്തിൽ, ഈ പത്തനംതിട്ട ടൗണൊക്കെ മേഖലകളൊക്കെ ഉൾപ്പെടുന്ന ആറന്മുള മണ്ഡലത്തിലെ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. അതേസമയം തെക്കൻ മേഖല ജാഥ ബിനോയ് വിശ്വം നയിക്കുന്ന, മധ്യമേഖല ജാഥ ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥ ചാലക്കുടിയിൽ അത് ഇന്ന് സമാപിക്കും. തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ പര്യടനം നടക്കുന്നത്. ശരി, അപ്പോൾ അജീഷ് ജയകുമാറാണ്
കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.